മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലായിരിക്കും ISL ഈ സീസണിലെ ഓപ്പണിംഗ് മാച്ച് ഉദ്ഘാടന മത്സരം. ഫെബ്രുവരി 14 ഈ മത്സരം നടക്കുക. വർഷങ്ങളായി ആ ദിവസത്തിന് മുമ്പ് നമ്മൾ അലേർട്ടാകാറുണ്ട്. ഒന്നും സംഭവിക്കാതെ ഡേറ്റ് കടന്നു പോകാറുമുണ്ട്. പക്ഷേ ഈ തവണ സംതിങ്. അതിനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമോ ആവോ. ഇനി അധിക സമയം കാത്തിരിക്കേണ്ടി വരില്ല. ഇന്നെങ്കിലും എന്റെ കാര്യങ്ങൾ നടത്തി തരണം. നിന്നോടല്ലാതെ ഞാൻ ആരോടാ ഈ കാര്യങ്ങളൊക്കെ പറയാ? ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറന്നൂടെ കൃഷ്ണ? അവനിപ്പോഴും ജീവനോടുണ്ടെന്നാ. അവനിനി ജീവിച്ചിരുന്ന നമ്മളൊന്നും പിന്നെ ബാക്കിയുണ്ടാവില്ല. ഓർമ്മയുണ്ട്, ഞാൻ വളർന്നപ്പോ ഞാൻ അറിയാതെ എന്നെ കുറുമ്പും അങ്ങോട്ട് വളർന്നു. അതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൊമ്പൻകുമാരനാ വിളിക്കണത്. എനിക്കും അവളെ ഇഷ്ടമാണ്. കൊമ്പനല്ലേ, പിടിയല്ലല്ലേ. എന്റെ സാറേ, പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. എവിടാ നിന്റെ ചേട്ടായി? ചേട്ടായി വീട്ടിൽ കുഴുത്തുക. ഓ, നിന്നെ മൂടാനുള്ള കുഴിയാണ് ഇപ്പോഴേ കുത്തി തുടങ്ങിയോ? നിന്നെ തല്ലിയ നിന്റെ ചേട്ടായി ചോദിക്കാൻ വരുമെന്ന് എനിക്ക് അറിയണം. തോമസ് ഊട്ടി ഓടരുത്. കളിക്കാൻ പറ്റുന്ന കളി മുഴുവൻ നീ കളിച്ചോ. പക്ഷേ നീ എത്രയൊക്കെ ഓടിയാലും എന്തൊക്കെ കളി കളിച്ചാലും നിന്നെ ഞാൻ പൂട്ടിയിരിക്കും. അതിന് ഒരു കാരണ സെന്റിമെന്റ്സും തോന്നിയിട്ടില്ല ഒന്നിനോടും ഒരുത്തനോടും. എന്റെ ആഗ്രഹങ്ങളൊന്നും ഈ ജന്മം നടക്കാൻ പോണില്ല. ഞാൻ ഇവിടുന്ന് ചാടിച്ചാവും. നീ എന്താ ആളെ കൊല്ലം നടക്കുവാണോ? ഒരിക്കലുമില്ല. കാരണം നീ എനിക്കൊരു എതിരാളിയേ അല്ല. അത് കയ്യിൽ വെച്ചേക്ക് രവി. അവന്മാര് പേടിക്കണം. അവന്മാര് വെടി പൊട്ടണം, ഒച്ചകെട്ട് മുള്ളണം, എന്നിട്ട് ഓടണം. ഞാനിവിടെ ഈ ഹൈറേഞ്ചിലുള്ളപ്പോ ഇവിടെ വന്ന് എന്റെ പിള്ളേരെ വെടിവെച്ച് പേടിപ്പിക്കാൻ മാത്രമാണ് അവന്മാര്. എടാ, പിന്നീന്ന് വരുന്ന അടി എങ്ങനെയാ തടുക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? പിന്നെന്താ? ആഹാ, അത് ശരി. അപ്പൊ അതും പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് നിനക്കൊക്കെ ഞാനൊരു നമ്പരും പഠിപ്പിച്ചു തരാത്തത്. നീ കളിക്കുന്നത് ആരോടാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. നീ പ്രതീക്ഷിക്കുന്നതിലും വളരെ വലുതാണ് ഞങ്ങളുടെ ലോകം. നമുക്ക് വിശദമായി ഒന്ന് കൂടാം. അതിനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കേ, എത്ര നാളിങ്ങനെ ഓടാൻ പറ്റും? നമ്മൾ ഇനി എത്ര നാളിങ്ങനെ ഓടും? നിന്റെ സ്വപ്നത്തിൽ ഒരു ജീവിതം ഇല്ലേ? എന്ത് വിചാരിച്ചാ നീ? ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു. എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റില്ല. എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വയ്യ. വീണ്ടും സന്ധിക്ക് വരേക്കും.